ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മുടെ ട്രിഗണോമെട്രിയുടെ പാർട്ട് 4 ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ പാർട്ട് 1, 2, 3 എല്ലാം ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഒരു 15 ക്വസ്റ്റ്യൻ എക്സസൈസ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ ഇനി അങ്ങോട്ട് 2-3 ക്ലാസ്സുകളിൽ നമ്മൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലുള്ള മുമ്പ് ചോദിച്ചിട്ടുള്ള നല്ല നല്ല ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ട്രിഗണോമെട്രി പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിലും പാർട്ട് 2, പാർട്ട് 3 കാണാത്തവർ നിർബന്ധമായിട്ടും അത് കണ്ടതിന് ശേഷം പാർട്ട് 4 കാണാൻ പറ്റുക. ഓക്കെ, കാരണം അതിന്റെ തിയറിയും കാര്യങ്ങളും കിടക്കുന്ന മൊത്തം പാർട്ട് 2-ലാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 3-ലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് tan theta plus cot theta is equal to 2, then the value of tan raised to 100 theta plus cot raised to 100 theta. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? tan theta plus cot theta പകരം എങ്ങനെ എഴുതാം? 1/tan theta is equal to 2. അപ്പോൾ ഇത് എന്ത് ഫോമിലാണ്? x plus 1/x equal to 2 എന്നുള്ള ഫോമിലാണ്. ഇങ്ങനെ ഒരു ഫോം വന്നാൽ നിങ്ങൾ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. x plus 1/x 2 ആണെങ്കിൽ x എന്തായിരിക്കും? 1 ആയിരിക്കും. സാറ്റിസ്ഫൈ അല്ല? എക്സിന് 1 കൊടുക്കുമ്പോൾ 1 plus 1/1 is equal to 2 കറക്റ്റ് കിട്ടും. ഇത് നമ്മൾ ആൾജിബ്രയിലൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഈ ഒരു ഫോമിൽ വന്നാൽ എന്തായിരിക്കും? x plus 1/x ഫോമിൽ x plus 1/x is equal to 2 എന്നാണെങ്കിൽ x എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ അതുപോലെ തന്നെ x എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എടുത്തിട്ടുള്ള tan theta ആണ്. അപ്പോൾ tan theta 1 കിട്ടി. ഓക്കെ, tan theta 1 ആണെങ്കിൽ cot theta എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? tan raised to 100 theta plus cot raised to 100 theta. അപ്പോൾ tan theta 1 ആയതുകൊണ്ട് tan raised to 100 theta എന്ത് ചെയ്താലും എന്താണ്? 1 തന്നെ ആയിരിക്കും. കാരണം 1ന്റെ ഏത് പവർ എന്താണ്? 1 ആണ്. അപ്പോൾ tan raised to 100 theta എന്ന് പറഞ്ഞാൽ 1 കിട്ടും. cot raised to 100 theta എന്ന് പറഞ്ഞാൽ 1 കിട്ടും. എത്രയാണ്? 2 ആണ് ആൻസർ. ഓപ്ഷൻ എ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്ത് നോക്കാം. അടുത്ത എന്താണ്? ഇഫ് ABC with the angles of a triangle, then find out the incorrect relation from the following. അതായത് ABC ഒക്കെ എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് ആണ് ABC. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ എല്ലാം എന്താണ്? ഒരു സൈഡിൽ a+b/2 ഉണ്ട്, മറ്റേ സൈഡിൽ c/2 ഉണ്ട്. എല്ലാം അങ്ങനെയാണ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം a+b+c എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. കാരണം ഒരു ആംഗിൾ അല്ല, ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ട്രയാങ്കിളിന്റെ 3 ആംഗിൾ കൂടി കൂട്ടി എത്ര കിട്ടണം? 180 കിട്ടണം. ഇവിടെ എല്ലാ ക്വസ്റ്റ്യനിലും എങ്ങനെയാണ്? a+b ഒരു സൈഡിലും ഉണ്ട്, c ഒരു സൈഡിലും ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ മാറ്റി എഴുതാം. a+b is equal to 180 minus c ആണ്. അതുപോലെ തന്നെ എന്താണ്? ഇവിടെ എല്ലാം ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നുണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം? a+b/2 is equal to 180 minus c/2. ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലും ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 180 minus c/2 എന്ന് പറഞ്ഞാൽ 90 minus c/2 എന്ന് കിട്ടും. അപ്പൊ ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് x plus y 90 ആണെങ്കിൽ sin x is equal to എന്താണ്? cos y ആണ്. അതുപോലെ തന്നെ tan x equal to എന്തായിരിക്കും? cot y ആയിരിക്കും. അതുപോലെ തന്നെ sec x is equal to എന്തായിരിക്കും? cosec y ആയിരിക്കും. ഇത് നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ? എപ്പോ x plus y is equal to 90 ആണെങ്കിൽ. അപ്പൊ നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ നമ്മുടെ എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? a+b/2 ആണ്. വൈയുടെ സ്ഥാനത്ത് എന്താണ്? റൈറ്റ് സൈഡിലൊക്കെ എന്താണ്? c/2 ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് a+b/2 plus c/2 90 ആണെന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ a+b/2 ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു -c/2 ഉണ്ട്. അത് ലെഫ്റ്റ് സൈഡിൽ ഒരു ബന്ധം അല്ല, ലെഫ്റ്റ് സൈഡിൽ ഒരു ബന്ധം മാറും c/2. ഇതാണ് 90. അതായത് a+b/2 plus c/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 90 എന്നുള്ളത് നമുക്ക് കിട്ടി. അങ്ങനെയാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഫോമിൽ എഴുതി കൂടെ. അതായത് sin x equal to cos y, tan x equal to cot y, sec x equal to cosec y എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ a എന്ന് പറഞ്ഞാൽ അല്ല, നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രകാരമാണെങ്കിൽ ഇവിടെ x എന്ന് പറഞ്ഞാൽ a+b/2 ആണ്, y എന്ന് പറഞ്ഞാൽ c/2 ആണ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? sin of a+b/2 is equal to എന്താണ്? sin x equal to cos y എന്നല്ലേ? cos c/2 അങ്ങനെ എഴുതി കൂടെ. കാരണം എന്താ? a+b/2 plus c/2 എന്ന് പറഞ്ഞാൽ 90 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? sin of a+b/2 is equal to cos c/2 എന്ന് എഴുതാം. അതെന്താണ്? ഫസ്റ്റത്തെ ഓപ്ഷൻ ആണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇൻകറക്റ്റ് ആണ്. അപ്പൊ അത് കറക്റ്റ് ആയതുകൊണ്ട് അതല്ല നമ്മുടെ ആൻസർ.
അപ്പൊ അതുപോലെ തന്നെ തിരിച്ചെഴുതുമ്പോൾ എന്ത് കിട്ടും? സൈൻ എക്സ് ഈക്വൽ ടു കോസ് വൈ എന്ന് എഴുതുന്നത് അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്ന് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? കോസ് ഓഫ് എ പ്ലസ് ബി ബൈ 2 ഈസ് ഈക്വൽ ടു സൈൻ സി ബൈ 2 ഇങ്ങനെ എഴുതാം. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പൊ അതും കറക്റ്റ് ആണ്. അപ്പൊ അത് നമ്മുടെ ആൻസർ അല്ല. ഇനി മൂന്നാമത്തെ ടാൻ എ ഈക്വൽ ടു സീക്ക് ബി, അങ്ങനെ ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ടോ? ഇല്ല. ടാൻ എക്സ് ഈക്വൽ ടു കോട്ട് വൈ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തത് എന്താണ്? ഈ ഒരു കേസിൽ കറക്റ്റ് അല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നാലാമത്തെ കൂടി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ്? കോട്ട് ഓഫ് എ പ്ലസ് ബി ബൈ 2 ഈസ് ഈക്വൽ ടു ടാൻ സി ബൈ 2 അല്ലേ? കറക്റ്റ് അല്ലേ? ടാൻ എക്സ് ഈക്വൽ ടു കോട്ട് വൈ തന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ എന്ത് ചെയ്യാം? കോട്ട് എക്സ് ഈക്വൽ ടു ടാൻ വൈ എഴുതാം. അതായത് കോട്ട് ഓഫ് എ പ്ലസ് ബി ബൈ 2 ഈസ് ഈക്വൽ ടു ടാൻ സി ബൈ 2. ഇത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡിയും അല്ല, ഇൻകറക്റ്റ് ആണ് ചോദിച്ചുള്ളൂ. അപ്പൊ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കുക. എക്സ് പ്ലസ് വൈ 90 ആണെങ്കിൽ സൈൻ എക്സ് കോസ് വൈ ആയിരിക്കും, ടാൻ എക്സ് കോട്ട് വൈ ആയിരിക്കും, സീക്ക് എക്സ് കൊസീക്ക് വൈ ആയിരിക്കും. അത് ഒരുപാട് സ്ഥലത്ത് ആവശ്യം വരുന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഇനി അടുത്ത് എന്താണ്? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് 2 സൈൻ 90 മൈനസ് തീറ്റ ദെൻ ദ വാല്യൂ ഓഫ് കോട്ട് തീറ്റ ഇസ്. അപ്പൊ നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. എന്ത് കിട്ടും? ഫസ്റ്റ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് 2 സൈൻ 90 മൈനസ് തീറ്റ. സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ അല്ലേ? അപ്പൊ റൂട്ട് 2 കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പൊ നമ്മൾ സൈൻ തീറ്റ ഒരു സൈഡിലൂടെ എഴുതുക, കോസ് തീറ്റനെല്ലാം റൈറ്റ് സൈഡിലും കൊണ്ടുപോകും. അപ്പൊ എന്ത് കിട്ടും? റൂട്ട് കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ എന്ന് വരും. അപ്പൊ അതിന് രണ്ടും കോസ് തീറ്റ പുറത്തെടുത്ത് എന്ത് കിട്ടും? ഇതിന് കോസ് തീറ്റ പുറത്തെടുത്ത് ബാക്കി ഒരു റൂട്ട് ഉണ്ട്. പിന്നെ കോസ് തീറ്റ റൈറ്റ് സൈഡിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് കോസ് തീറ്റ പുറത്തെടുത്താൽ ഒരു -1 ഉണ്ടാവും. അപ്പൊ നമ്മൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ചെയ്തു. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, ഈ സൈൻ തീറ്റന്റെ താഴെ കോസ് തീറ്റ കൊണ്ടുവരാൻ പോകും. പക്ഷെ നമുക്കിവിടെ എന്താ കണ്ടത്? കോട്ട് തീറ്റ ആണ്. അപ്പൊ നേരെ തിരിച്ച് ചെയ്താൽ മതി. ഓക്കെ, കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ആണെന്ത്? കോട്ട് തീറ്റ. അതുപോലെ തന്നെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണെന്ത്? ടാൻ തീറ്റ. കാരണം എന്താണ്? ടാനിന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട്. അപ്പൊ ടാൻ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണെങ്കിൽ കോട്ട് എന്ത് വരും? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ വരും. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കണ്ടാൽ പോരെ. അപ്പൊ നമ്മൾ എന്ത് എഴുതാൻ പോവാണ്? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 ബൈ റൂട്ട് 2 മൈനസ് 1 വരും. അതാണ് കോട്ട് തീറ്റ. അപ്പൊ 1 ബൈ റൂട്ട് 2 മൈനസ് 1 ആവുന്ന ഓപ്ഷൻ ഇതിലില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റ ആണ്. നമ്മൾ എന്ത് ചെയ്യും? മുകളിലും താഴെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കോൺജുഗേറ്റ് എന്താണ്? റൂട്ട് 2 മൈനസ് 1ന്റെ കോൺജുഗേറ്റ് എന്താണ്? റൂട്ട് 2 പ്ലസ് 1 ആണ്. അപ്പൊ താഴെ എന്ത് ചെയ്യണം? റൂട്ട് 2 പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ ബാക്കി ഇവിടെ എന്തുണ്ട്? ഒരു റൂട്ട് 2 മൈനസ് 1 ഓൾറെഡി ഉണ്ട്. അപ്പൊ എന്ത് കിട്ടും? മുകളിൽ റൂട്ട് 2 പ്ലസ് 1 കിട്ടും. താഴെ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമുല. അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ എൻ എന്താ? റൂട്ട് 2. അപ്പൊ റൂട്ട് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. റൂട്ട് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2, 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ റൂട്ട് 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 1 വരും. ഇതിന്റെ ആൻസർ എന്താണ്? റൂട്ട് 2 പ്ലസ് 1. റൂട്ട് 2 പ്ലസ് 1 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി എന്താ പറയുന്നത്? ഇഫ് തീറ്റ ഇസ് എ പോസിറ്റീവ് അക്യൂട്ട് ആംഗിൾ ആൻഡ് 3 sec square തീറ്റ പ്ലസ് tan square തീറ്റ ഇസ് ഈക്വൽ ടു 5 then the value of cos തീറ്റ. കോസ് തീറ്റ എന്താ നമുക്ക് കാണണ്ടേ? അല്ല, കോസ് തീറ്റ അല്ല, കോസ് 2 തീറ്റ. അപ്പൊ നമ്മൾ കോസ് 2 തീറ്റന്റെ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് എഴുതി വെക്കാം. കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഒന്നെങ്കിൽ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 കാണാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ കോസ് തീറ്റ കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ സൈൻ തീറ്റ കാണാൻ പറ്റുമോ. ഇനി അതല്ലെങ്കിൽ ടാൻ വെച്ചിട്ട് വേറെ ഇക്വേഷൻ ഉണ്ട്, അതിൽ ടാൻ കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ കാണിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ഇതിലേതെങ്കിലും വെച്ച് തന്നെ ചെയ്ത് നോക്കാം. ഇക്വേഷൻ എന്താണ്? 3 ഇൻറ്റു sec square തീറ്റ പ്ലസ് tan square തീറ്റ ഇസ് ഈക്വൽ ടു 5 ആണ്. അപ്പൊ നമ്മൾ 3 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി എന്ത് കിട്ടും? sec square തീറ്റ പ്ലസ് tan square തീറ്റ എന്ന് പറഞ്ഞാൽ 5/3 എന്ന് കിട്ടും അല്ലേ? ഇക്വേഷൻ അങ്ങനെ കിട്ടൂലേ? കാരണം 3 നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. അതുപോലെ തന്നെ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ട് എന്താണ്? sec square തീറ്റ മൈനസ് tan square തീറ്റ ഇസ് ഈക്വൽ ടു 1. ആദ്യമായിട്ട് ഈ വീഡിയോ നേരിട്ട് കാണുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാവില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരെ പാർട്ട് 2 നമ്മൾ ഇതിൽ തിയറി ഐഡന്റിറ്റീസ് ഒക്കെ പറയുന്നുണ്ട്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതൊന്നും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവില്ല. അപ്പൊ sec square തീറ്റ പ്ലസ് tan square തീറ്റ 5/3 കിട്ടി. sec square തീറ്റ മൈനസ് tan square തീറ്റ 1 ആണെന്നുള്ളത് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്ന് എങ്ങനെ കാണാം? ഇത് എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈ ഫോമിലായി. അപ്പൊ നമുക്കറിയാം കോസ് 2 തീറ്റ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 cos square തീറ്റ മൈനസ് 1 അല്ലെങ്കിൽ 1 മൈനസ് 2 sin square തീറ്റ. അപ്പൊ നമുക്ക് കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ കാണാൻ പറ്റുന്നുണ്ട് നോക്കാം. നമുക്കറിയാം sec square തീറ്റ കണ്ടുപിടിച്ചാൽ നമുക്ക് സുഖമാണ്. കോസ് സ്ക്വയർ അല്ല, കോസ് സ്ക്വയർ തീറ്റ ആണ് അല്ലേ? കാരണം സീക്കിന്റെ റെസിപ്രോക്കൽ ആണ് കോസ്. അപ്പൊ നമുക്ക് sec square തീറ്റ കാണാം.
അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടാൻ സ്ക്വയർ ക്യാൻസൽ ആയി പോകും. അപ്പോൾ രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ലെഫ്റ്റ് സൈഡിൽ 2 6 സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 5/3 പ്ലസ് 1. ആ പ്ലസ് 1 പകരം നമുക്ക് എന്ത് ചെയ്യാം? 3/3 ചെയ്താൽ അപ്പോൾ ചെയ്യാൻ സുഖമല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 5/3 പ്ലസ് 3/3 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 8/3 കിട്ടും. അപ്പോൾ 2 6 സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 8/3 ആണ്. അപ്പോൾ ഈ 2 8ഉം കട്ട് ചെയ്ത് പോയാൽ എന്ത് കിട്ടും? 4 കിട്ടും. അപ്പോൾ 2 6 അല്ല ഇപ്പം എന്താ 6 സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 4/3 ആണ്. അപ്പോൾ 6 സ്ക്വയർ തീറ്റ 4/3 ആണെങ്കിൽ സീക് തീറ്റ എന്താ? സോറി, നമുക്ക് സീക് തീറ്റ കാണേണ്ട ആവശ്യമില്ല. 6 സ്ക്വയർ തീറ്റ കാണാം. 6 സ്ക്വയർ തീറ്റ എന്താണ്? 4/3 ആണ്. നമുക്ക് വേണ്ട എന്താണ്? കോസ് സ്ക്വയർ തീറ്റ ആണ് അല്ലേ? അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 6 സ്ക്വയർ തീറ്റ റെസിപ്രോക്കൽ ആണ്. എന്ത് കിട്ടും? 3/4 എന്ന് കിട്ടും. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ എന്ത് കിട്ടി? 3/4 എന്ന് കിട്ടി. ഇനി ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ പോലെ കോസ് ടു തീറ്റ കാണാൻ. അപ്പോൾ കോസ് ടു തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. 2 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 3/4 മൈനസ് 1. അപ്പോൾ എന്താണ്? 2 4 കട്ട് ചെയ്താൽ 2. 3/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5. 1.5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5. 0.5 എന്ന് പറഞ്ഞാൽ 1/2. 1/2 ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. If sin of a minus b is equal to sin a cos b minus cos a sin b, then sin 15 will be sin 15 degree will be. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐഡന്റിറ്റീസിൽ. സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ചിലപ്പോൾ ഈ ക്വസ്റ്റനിൽ ഈ ഇക്വേഷൻ തന്നിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് സൈൻ ഓഫ് എ പ്ലസ് എ മൈനസ് ബിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇനി ഇക്വേഷൻ തന്നിട്ടില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സൈൻ 15 ഡിഗ്രി എങ്ങനെ കാണുക ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് സൈൻ 15 ഡിഗ്രീനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 45 മൈനസ് 30 ഡിഗ്രി എഴുതി കൂടെ. അതായത് സൈൻ ഓഫ് എ മൈനസ് ബി എന്നുള്ള ഫോമിൽ എഴുതി. കാരണം എന്തുകൊണ്ടാണ്? ഈ 45 നമുക്ക് കാണാനറിയാം, 30 നമുക്ക് കാണാനറിയാം. കാരണം സൈൻ ആയാലും കോസ് ആയാലും ടാൻ ആയാലും 30 45 ഒക്കെ കാണാൻ നമുക്ക് സുഖമാണെന്നല്ല നമ്മളത് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടും? ഈ സൈൻ ഓഫ് എ മൈനസ് ബി എന്നുള്ള ഫോമിൽ ഇതിന് എക്സ്പാൻഡ് ചെയ്ത് എന്ത് കിട്ടും? സൈൻ 45 കോസ് 30 മൈനസ് കോസ് 45 സൈൻ 30 ഇങ്ങനെയായി മാറി അല്ലേ? നമുക്ക് സൈൻ 45 അറിയാം, കോസ് 30 അറിയാം, കോസ് 45 അറിയാം, സൈൻ 30 അറിയാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ 45 കോസ് 45 സെയിം ആണ്. എത്രയാണ്? 1/√2. അപ്പോൾ അത് രണ്ടും കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇനി ബാക്കി എന്താ ഉള്ളത്? കോസ് 30. കോസ് 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2 മൈനസ് സൈൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. അപ്പോൾ എന്ത് കിട്ടും? ഇത് മുകളിൽ √3 മൈനസ് 1 ഉണ്ടാവും, താഴെ എന്താണ്? ഒരു √2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. എത്ര കിട്ടും? 2√2. അപ്പോൾ √3 മൈനസ് 1/2√2 ഏതാണ് ഓപ്ഷൻ? √3 പ്ലസ് 1 ഓപ്ഷൻ ഡി ആണ് ആൻസർ. √3 മൈനസ് 1/2√2. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് 9 cos സ്ക്വയർ തീറ്റ പ്ലസ് 4 cos സ്ക്വയർ തീറ്റ പ്ലസ് 5/1 പ്ലസ് tan സ്ക്വയർ തീറ്റ. ഇപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതൊക്കെ എന്താണ് കാണുമ്പോൾ വലിയ ഇതായിട്ട് തോന്നും, പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ആദ്യം നമുക്ക് ഇതിനൊക്കെ ഈ ഡിവൈഡർ മാറ്റിയിട്ട് ഒക്കെ ഒന്ന് മുകളിലേക്ക് കൊണ്ടുവരാം. നമ്മൾ എന്ത് ചെയ്യും? 9 cos സ്ക്വയർ തീറ്റ. ഈ cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/sin സ്ക്വയർ തീറ്റ ആണ് അല്ലേ? കാരണം സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്. അപ്പോൾ 9 cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായി മാറും? ഈ കൊസീക് സ്ക്വയർ തീറ്റ നമുക്ക് 1/sin സ്ക്വയർ തീറ്റ എന്ന് എഴുതിയാൽ അതെന്താവും? മുകളിലോട്ട് പോകും. അപ്പോൾ എന്തായി മാറും? 9 sin സ്ക്വയർ തീറ്റ എന്നായി മാറും ഫസ്റ്റത്തെ. രണ്ടാമത്തെ എന്താണ്? 4 cos സ്ക്വയർ തീറ്റ. അത് അതുപോലെ തന്നെ കിടക്കട്ടെ. ഇനി മൂന്നാമത്തെ എന്താണ്? 5/1 പ്ലസ് tan സ്ക്വയർ തീറ്റ. ഈ 1 പ്ലസ് tan സ്ക്വയർ തീറ്റ എന്താണ്? നമുക്കറിയാം 6 സ്ക്വയർ തീറ്റ മൈനസ് tan സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. അപ്പോൾ എന്താണ്? അപ്പോൾ ഈ ഇക്വേഷൻ 1 പ്ലസ് tan സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 6 സ്ക്വയർ തീറ്റ ആണ്. അപ്പോൾ നമുക്ക് ഈ 1 പ്ലസ് tan സ്ക്വയർ തീറ്റയ്ക്ക് പകരം എന്ത് എഴുതാം? 6 സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അതുപോലെ തന്നെ ഈ 5/6 സ്ക്വയർ തീറ്റ, 6 സ്ക്വയർ തീറ്റ റെസിപ്രോക്കൽ ആണെന്ത്? cos സ്ക്വയർ തീറ്റ. അപ്പോൾ 5/6 സ്ക്വയർ തീറ്റ എന്നുള്ളത് മുകളിലോട്ട് പോകുമ്പോൾ എന്തായി മാറും? 5 cos സ്ക്വയർ തീറ്റ എന്നായി മാറും. അപ്പോൾ എന്തായി മാറി? 5 cos സ്ക്വയർ തീറ്റ എന്നായി മാറി. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്തായി മാറി? 9 sin സ്ക്വയർ തീറ്റ പ്ലസ് 4 cos സ്ക്വയർ തീറ്റ 5 cos സ്ക്വയർ തീറ്റ ആണ് എത്ര? 9 cos സ്ക്വയർ തീറ്റ. ഇനി എന്തായി? സിമ്പിൾ ആയില്ലേ? 9 ഇൻറ്റു sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ. sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയും നമുക്കറിയാം. sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണെന്നറിയാം. അപ്പോൾ 9 ഇൻറ്റു 1 എന്താണ്? 9. ഓപ്ഷൻ സി ആണ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പോൾ അല്ലെങ്കിലോ ഇനിയിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും നമുക്കറിയില്ല. ഇനിയിപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇക്വേഷൻ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ തീറ്റയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഈ 9 തന്നെ കിട്ടണം. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ ഈ തീറ്റയ്ക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ഇത് ആൻസർ 9 തന്നെ കിട്ടണം. അപ്പോൾ വാല്യൂ പുട്ടിങ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ക്ലാസ് അതിനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ
ക്വസ്റ്റ്യൻ ഒന്നും വാല്യൂ പുട്ടിങ് ചില ക്വസ്റ്റ്യൻ ഒന്നും പറയാത്തത്. ഓക്കെ, വാല്യൂ പുട്ടിങ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ചിലപ്പോൾ പരീക്ഷക്കൊക്കെ ഒരു ഇക്വേഷൻ അറിയില്ലെങ്കിൽ നമുക്ക് വാല്യൂ പുട്ടിങ് വഴി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് വേറെ ചെയ്യുന്നുണ്ട്, അവിടെ മാത്രം ഡിസ്കസ് ചെയ്യും. ഇനി അടുത്ത് if sec theta plus tan theta is equal to p, then sec theta is equal to. അപ്പോൾ ഇവിടെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം നോക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് sec square theta മൈനസ് tan square theta 1 ആണ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ sec square theta മൈനസ് tan square theta നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. നമുക്കറിയാം a square മൈനസ് b square എന്ന് പറഞ്ഞാൽ എന്താ a പ്ലസ് b ഇൻറ്റു a മൈനസ് b ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? sec theta പ്ലസ് tan theta, അതായത് a പ്ലസ് b. ഇനി എന്താണ് a മൈനസ് b, അതായത് sec theta മൈനസ് tan theta is equal to 1. ഇങ്ങനെ എഴുതി കൂടെ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? sec theta പ്ലസ് tan theta എന്ന് പറഞ്ഞാൽ എന്താ 1 sec theta മൈനസ് tan theta. സിമിലർലി എന്താണ് sec theta മൈനസ് tan theta എന്ന് പറഞ്ഞാൽ എന്താ 1 sec theta പ്ലസ് tan theta. ഇത് ഓർത്ത് വെക്കാം. എന്താണ് sec theta plus tan theta എന്ന് പറഞ്ഞാൽ 1 sec theta minus tan theta ആണ്. അതുപോലെ തന്നെ sec theta minus tan theta എന്ന് പറഞ്ഞാൽ എന്താ 1 sec theta plus tan theta ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? sec theta plus tan theta എന്ത് തന്നിട്ടുണ്ട്? p ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്ത് കിട്ടും? sec theta minus tan theta. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞ ഇക്വേഷൻ പ്രകാരമാണ് എന്ത് കിട്ടും? 1 sec theta plus tan theta, അതായത് 1 sec theta plus tan theta എന്താ p. 1 p കിട്ടി. അതായത് sec theta plus tan theta p കിട്ടി, sec theta minus tan theta 1 p കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് sec theta ആണ് വേണ്ടത്. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഉണ്ട് നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യണം? sec theta കാണണമെങ്കിൽ tan theta ക്യാൻസൽ ആയി പോകണം. tan theta ക്യാൻസൽ ആവണം എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്താൽ മതി. രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് പോകും? പ്ലസ് tan theta മൈനസ് tan theta കട്ട് ചെയ്ത് പോകും. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? sec theta പ്ലസ് sec theta, അതായത് 2 sec theta. അതാണ് റൈറ്റ് സൈഡിൽ p പ്ലസ് 1 p അല്ലേ? ഓക്കെ, നമുക്ക് കാണേണ്ടത് sec theta ആണ്. അപ്പോൾ sec theta എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഈ 2 റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ 1/2 ഇൻറ്റു പി പ്ലസ് 1/p. ഇതാണ് ഓപ്ഷൻ. ഏതാ? 1/2 ഇൻറ്റു പി പ്ലസ് 1/p എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? tan theta plus cot theta is equal to 5, then tan square theta plus cot square theta. ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്താ? tan theta plus cot theta 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് രണ്ടിനും ഒന്ന് സ്ക്വയർ ചെയ്യുക. നമുക്ക് സ്ക്വയർ ടൈമിലല്ല കിട്ടുന്നത്. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ത് കിട്ടും? tan സ്ക്വയർ തീറ്റ പ്ലസ് cot സ്ക്വയർ തീറ്റ പ്ലസ് 2 tan തീറ്റ cot തീറ്റ. റൈറ്റ് സൈഡിൽ എന്ത് കിട്ടും? 5 സ്ക്വയർ. എത്രയാണ്? 25. അപ്പോൾ tan സ്ക്വയർ തീറ്റയും cot സ്ക്വയർ തീറ്റ കിട്ടി. ഇവിടെ നോക്കുമ്പോൾ എന്താണ്? 2 ഇൻറ്റു tan തീറ്റ ഇൻറ്റു cot തീറ്റ. അപ്പോൾ tan തീറ്റന്റെ റെസിപ്രോക്കലാണ് cot തീറ്റ. അപ്പോൾ tan തീറ്റയും cot തീറ്റയും ക്യാൻസൽ ആയി. ബാക്കി ഇവിടെ എന്താ? 2 ആണുള്ളത്. ഇനി നമുക്ക് എന്താ വേണ്ടത്? tan സ്ക്വയർ തീറ്റ പ്ലസ് cot സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 25 മൈനസ് 2 എത്രയാണ്? 23. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കാൻ. ഇതേ കാര്യം നിങ്ങൾ എന്ത് ചെയ്യും? ഓൾജിബ്രയിൽ വേറെ കാര്യം പഠിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു tan തീറ്റ പ്ലസ് cot തീറ്റ എന്ന് ശരിക്കും എന്താണ്? x പ്ലസ് 1/x എന്ന് പറഞ്ഞ ഫോമിലാണ്. ഇവിടെ എന്താണ്? x പ്ലസ് 1/x എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ? x പ്ലസ് 1/x ഫോമില അല്ലേ? കാരണം ടാനിന്റെ റെസിപ്രോക്കലാണ് കോട്ട്. അപ്പോൾ x പ്ലസ് 1/x ഈക്വൽ ടു 5 ആണ്. നമുക്ക് കാണേണ്ടത് അതേപോലെ ആണെങ്കിലോ x സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എത്രയെന്നാണ് ചോദ്യം. അതല്ലേ ക്വസ്റ്റ്യൻ? x സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ, അതായത് tan സ്ക്വയർ പ്ലസ് cot സ്ക്വയർ. അതാണ് x സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഫോമിലാണ്. അപ്പോൾ നമ്മൾ ഓൾജിബ്രയിൽ ഇക്വേഷൻ പഠിക്കാനുണ്ട്. എന്താണ് അത്? നിങ്ങൾ അവിടെ എത്തുമ്പോൾ പഠിക്കും. x പ്ലസ് 1/x k ആണെങ്കിൽ x സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എന്തായിരിക്കും? k സ്ക്വയർ മൈനസ് 2 ആയിരിക്കും. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഇങ്ങനെ സ്ക്വയർ ചെയ്യുന്ന സമയത്താണ് അത് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. x സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ, അതുപോലെ തന്നെ x ക്യൂബ് പ്ലസ് 1/x ക്യൂബ്, അതൊക്കെ നിങ്ങൾ പഠിക്കാണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അവിടെ പഠിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? x പ്ലസ് 1/x x ആണെങ്കിൽ x സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എന്ത് കിട്ടും? നമ്മൾ പറഞ്ഞു എന്താണ്? k സ്ക്വയർ മൈനസ് 2, അതായത് 5 സ്ക്വയർ മൈനസ് 2. 5 സ്ക്വയർ എത്രയാണ്? 25. 25 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 23. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പോകണ്ട. ഈ ഇക്വേഷൻ അറിയുന്ന ഒരാൾക്ക് ഒറ്റയടിക്ക് എന്ത് കിട്ടും? x പ്ലസ് 1/x 5 ആണെങ്കിൽ x സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ മൈനസ് 2 എത്രയാണ്? 23 എന്ന് കിട്ടും. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾജിബ്രയിൽ പഠിക്കും. ഇനി അടുത്ത് alpha plus beta is equal to 90 degree. Then the expression tan alpha by tan beta plus sin square alpha plus sin square beta is equal to. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ എന്താന്നുള്ളത്? ആൽഫ പ്ലസ് ബീറ്റ 90 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ എല്ലാത്തിനെയും ആൽഫ ടൈമിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ എല്ലാത്തിനെയും ബീറ്റ ടൈമിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകണം? എല്ലാത്തിനെയും ആൽഫ ടൈമിലേക്ക് മാറ്റി വെക്കാം. ഫസ്റ്റത്തെ എന്താണ്? ടാൻ ആൽഫ.
അവിടെ തന്നെ ഉണ്ട്. താഴെ എന്ത് കിട്ടും? ടാൻ ബീറ്റയ്ക്ക് പകരം നമ്മൾ ആൽഫയ്ക്ക് മാറ്റി എന്ത് കിട്ടും? ടാൻ 90 മൈനസ് ആൽഫ എന്ന് കിട്ടും അല്ലേ? ടാൻ 90 മൈനസ് ആൽഫ എന്ന് കിട്ടും. ഇനി അടുത്ത് സൈൻ സ്ക്വയർ ആൽഫ, അത് മാറ്റൊന്നും വേണ്ട, ആൽഫയിൽ തന്നെയാണ്. പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ നമ്മൾ എങ്ങനെ എഴുതും? ആൽഫ പ്ലസ് ബീറ്റ 90 ആയതുകൊണ്ട് ബീറ്റ എന്താണ്? 90 മൈനസ് ആൽഫ. അപ്പോൾ സൈൻ സ്ക്വയർ 90 മൈനസ് ആൽഫ എന്ന് കിട്ടും. ഇനി നമ്മൾ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാം. എന്താണ്? ടാൻ ആൽഫ ബൈ ടാൻ 90 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോട്ട് ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ 90 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ആൽഫ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടും? സൈൻ സ്ക്വയർ 90 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ആൽഫ എന്ന് കിട്ടും. അപ്പോൾ ഇതെന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന ഫോർമുലയായി മാറിയില്ലേ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താ? 1 ആണ്. അപ്പോൾ ഈ ടൈം മൊത്തം 1 ആയി മാറി. അതുപോലെ തന്നെ ഈ ടാൻ ആൽഫ ബൈ കോട്ട് ആൽഫയാണ്. ഈ കോട്ട് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബൈ ടാൻ ആൽഫയാണ് അല്ലേ? കാരണം കോട്ട് ആൽഫയും ടാൻ ആൽഫയും റെസിപ്രോക്കലാണ്. അപ്പോൾ കോട്ട് ആൽഫ ഇസ് ഈക്വൽ ടു 1 ബൈ ടാൻ ആൽഫ എന്ന് കൊടുത്താൽ എന്തായി മാറും? ആ ടാൻ മുകളിലോട്ട് പോയിട്ട് എന്തായി മാറും? ഇവിടെ ടാൻ സ്ക്വയർ ആൽഫ ആയിട്ട് മാറും. പ്ലസ് പിന്നെന്താണ്? സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് കിട്ടി? 1 കിട്ടി. അപ്പോൾ ടാൻ സ്ക്വയർ ആൽഫ പ്ലസ് 1 എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ഇക്വേഷൻ ഏതാണ്? സീക്സ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണെങ്കിൽ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സീക്സ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഇവിടെ സീക്സ് സ്ക്വയർ ആൽഫ എന്ന് കിട്ടും. അപ്പോൾ സീക്സ് സ്ക്വയർ ആൽഫ ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിൽ ഉണ്ട് സീക്സ് സ്ക്വയർ ആൽഫ. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ നേരെ ഈ സീക്സ് സ്ക്വയർ എന്ത് ചെയ്യാം? ആൽഫ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 90 മൈനസ് ബീറ്റ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ സീക്സ് സ്ക്വയർ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ 90 മൈനസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസീക്സ് സ്ക്വയർ ബീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഇത് ഓപ്ഷൻ ഈ സീക്സ് സ്ക്വയർ ആൽഫ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ കോസീക്സ് സ്ക്വയർ ബീറ്റ ഉണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ സീക്സ് സ്ക്വയർ ആൽഫ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് അത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത എന്താ? ഇഫ് 7 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 3 കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 4 ദെൻ ദ വാല്യൂ ഓഫ് ടാൻ തീറ്റ ഈസ് അക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഇത് എങ്ങനെ? ഞാൻ ഈ 7 സൈൻ സ്ക്വയർ തീറ്റ എങ്ങനെ എഴുതാൻ പോവാണ്? 4 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 3 സൈൻ സ്ക്വയർ തീറ്റ അങ്ങനെ എഴുതി കൂടെ? 7 സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 4 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 3 സൈൻ സ്ക്വയർ തീറ്റ എഴുതി. പിന്നെ അടുത്ത് എന്തുണ്ട്? ഒരു 3 കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. ഇതാണ് 4 എന്ന് എഴുതി. ഇത് ഞാൻ എന്തിനാണ് ഇങ്ങനെ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തുകൊണ്ടായി? 3 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 3 കോസ് സ്ക്വയർ തീറ്റ എന്നായി മാറി. ഇതെന്താണ്? 3 പുറത്തെടുത്താൽ 3 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്നാണ് മാറും. അപ്പോൾ 3 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഇത് ഈ ടൈം മൊത്തം എന്തായി മാറി? 3 ആയി മാറി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ കിട്ടും? 4 സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഈ 3 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 4 മൈനസ് 3 എത്രയാണ്? 1 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1/4 കിട്ടും. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ അപ്പം എന്ത് കിട്ടും? ഇതിന്റെ റൂട്ട് എടുക്കുക, എത്രയാണ്? 1/2. അതുപോലെ തന്നെ എന്ത് പറഞ്ഞിട്ട്? തീറ്റ അക്യൂട്ട് എന്ന് പറഞ്ഞിട്ട്, അതായത് 90നേക്കാളും ചെറുതാണെന്ന് പറഞ്ഞിട്ട് തീറ്റ. അപ്പം എന്താണ്? സൈൻ തീറ്റ 1/2 ആണെങ്കിൽ തീറ്റക്ക് ഒരുപാട് വാല്യൂ ഉണ്ടാവും. പക്ഷെ തീറ്റ അക്യൂട്ടാന്ന് പറഞ്ഞുകൊണ്ട് തീറ്റ ഏത് മാത്രമേ വരുള്ളൂ? തീറ്റ 30 ഡിഗ്രി മാത്രമേ വരുള്ളൂ. അപ്പോൾ തീറ്റ എന്തായി മാറി? 30 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് കണ്ട എന്താണ്? ടാൻ തീറ്റയാണ് അല്ലേ? അപ്പോൾ സൈൻ തീറ്റ 1/2 ആണ്. അതുപോലെ തന്നെ തീറ്റ 30 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടാൻ 30 ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ടാൻ 30 എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഞാൻ പറഞ്ഞ വാല്യൂസ് ഒക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. സൈൻ 30, കോസ് 30, ടാൻ 30, അതുപോലെ തന്നെ 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, ഇതൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അതൊക്കെ ഒരുപാട് സ്ഥലത്ത് ആവശ്യം വരുന്നുണ്ട്. ഇനി അടുത്ത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ 0 ഡിഗ്രി ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി? അതായത് തീറ്റ 0യുടെയും 90യുടെയും ഇടയിലാണെങ്കിൽ ഈ താഴെ പറഞ്ഞിരുന്നത് ഏതാണ് കറക്റ്റ് എന്നാ ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? കോസ് തീറ്റനെയും കോസ് സ്ക്വയർ തീറ്റയാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ്? തീറ്റ 0യുടെ 90ന്റെ അടിയിലാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ശരിക്കും എങ്ങനെയാണ് വരുന്നത്? നമുക്കറിയാം കോസ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. അതുപോലെ തന്നെ കോസ് 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. അതായത് 1 എന്നുള്ളത് കുറഞ്ഞ് 90 ആകുമ്പോൾ 0യിലേക്ക് എത്തും. പിന്നെ അതിന്റെ മുകളിൽ കുറഞ്ഞ് നെഗറ്റീവ് വാല്യൂ ആയിട്ട് അങ്ങനെ പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ 0ന്റെ 90ന്റെ ഇടയിൽ മതി. അതായത് 1 ഉള്ളത് കുറഞ്ഞ് 0യിലേക്ക് എത്തും. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഈ കോസ് 0യും കൂട്ടൂല, കോസ് 90യും കൂട്ടൂല, അതിന്റെ ഇടയ്ക്കുള്ള വാല്യൂസ് ആണ്. അപ്പൊ എന്തായിരിക്കും? എല്ലാ വാല്യൂസും എന്തായിരിക്കും? കോസ് തീറ്റന്റെ വാല്യൂ എല്ലാം ബിറ്റ്വീൻ 0 ആൻഡ് 1 ആയിരിക്കും. അതായത് 1ന്റെ 0ന്റെ ഇടയിലായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഈ 1ന്റെ 0ന്റെ ഇടയിൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് കോസ് തീറ്റയും കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പൊ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കുക. 0ന്റെയും 1ന്റെയും ഇടയിലുള്ള ഏതൊരു വാല്യൂവിനെയും നമ്മൾ 0ന്റെയും 1ന്റെയും എന്നല്ല,
1നെക്കാളും താഴെയുള്ള ഒരു വാല്യൂവിനെ നമ്മൾ സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടുക? അതിനേക്കാളും ചെറിയൊരു വാല്യൂ ആണ് കിട്ടുക. ഉദാഹരണത്തിന് 1നെക്കാളും ചെറിയൊരു വാല്യൂ ആണ് എന്ത്? 1/2 എന്ന് പറഞ്ഞാൽ അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 1/4 ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 1നെക്കാളും ചെറുതാണെന്ത്? 1/4 എന്ന് പറഞ്ഞാൽ. അതുപോലെ 1നെക്കാളും വലിയൊരു വാല്യൂ ആണെങ്കിൽ സ്ക്വയർ ചെയ്ത് എന്താ കിട്ടുക? അതിനേക്കാളും വലിയ വാല്യൂ കിട്ടുക. ഉദാഹരണത്തിന് 1നെക്കാളും വലിയൊരു വാല്യൂ ആണ് 2. അത് സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 4 ആ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 2നെക്കാളും വലുതാണ് 4. പക്ഷെ 1നെക്കാളും ചെറുതാണെങ്കിൽ അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? അത് വീണ്ടും ചെറുതായി മാറും. അപ്പോൾ നിങ്ങൾ എന്തായി പുറത്ത് വെക്കുക? കോസ് തീറ്റ എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു 1നെക്കാളും ചെറിയൊരു വാല്യൂ. കാരണം 1 വരില്ല. 1 വരുന്നപ്പോഴാണ് കോസ് 0 ആകുമ്പോഴാണ്. 0 നമുക്കിവിടെ കൊടുക്കാൻ പറ്റില്ല. കാരണം 0നെക്കാളും വലുതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? 1 ഒരിക്കലും ഇവിടെ വരില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇനി 1നെക്കാളും ചെറിയ വാല്യൂസ് ആണ്. അപ്പൊ നമുക്കറിയാം കോസ് തീറ്റ എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്യുമ്പോൾ പിന്നെ അതിനേക്കാളും ചെറിയൊരു വാല്യൂ കിട്ടുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കോസ് തീറ്റ എന്തായിരിക്കും? വലുതായിരിക്കും. കോസ് സ്ക്വയർ തീറ്റ എന്തായിരിക്കും? ചെറുതായിരിക്കും. അപ്പൊ എന്തൊക്കെ വാല്യൂസ്? ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഓപ്ഷൻ എ എന്താണ്? കോസ് തീറ്റ ചെറുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ എ പോയി. അതുപോലെ തന്നെ ഓപ്ഷൻ സിയും പോയി. ഇനി ഈക്വൽ ടു വരും. ഈക്വൽ ടു വരുന്നത് എപ്പോഴാണ്? 0 വരുമ്പോൾ മാത്രമാണ്. കാരണം കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോഴും 1 കിട്ടും. പക്ഷേ ഇവിടെ 0 നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് ഓപ്ഷനിലെ കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ പറ്റില്ല? ഈക്വൽ ടു സൈനും വരില്ല. അപ്പൊ ഓപ്ഷൻ ഡിയും പോയി. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ആൻസർ. കോസ് തീറ്റ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ കോസ് സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റനേക്കാളും വലുതായിരിക്കും കോസ് തീറ്റ. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത എന്താണ്? ഇഫ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ 1/3 വെർ തീറ്റ zero less than or equal to theta less than or equal to 90, then what is the value of cos raised to 4 theta minus sin raised to 4 theta? അപ്പോൾ ഇവിടെ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയത് കോസ് റേസ്റ്റ് ടു 4 തീറ്റ മൈനസ് സൈൻ റേസ്റ്റ് ടു 4 തീറ്റ ആണ്. ഇതിന് ഞാൻ എങ്ങനെ എഴുതി? കോസ് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ എഴുതി. കോസ് റേസ്റ്റ് ടു 4 തീറ്റ തെറ്റൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ സൈൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ എഴുതി. അതും തെറ്റില്ല. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമുലയായി മാറിയത്. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതായത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇങ്ങനെ എഴുതിക്കൂടെ? കോസ് റേസ്റ്റ് ടു 4 തീറ്റ മൈനസ് സൈൻ റേസ്റ്റ് ടു 4 തീറ്റ. ഇനിയിപ്പോൾ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ആയി മാറി. നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 1/3. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 1 ഇൻറ്റു 1/3. എത്രയാണ്? 1/3 വരും. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്തെന്താണ്? സൈൻ തീറ്റ പ്ലസ് കൊസീക് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് തീറ്റ പ്ലസ് സീക് തീറ്റ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. ദെൻ ദ വാല്യൂ ഓഫ് കെ ഈസ്. ഇവിടെ കെന്റെ വാല്യൂ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യാം. സൈൻ തീറ്റ പ്ലസ് കൊസീക് തീറ്റ ഹോൾ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക് സ്ക്വയർ തീറ്റ പ്ലസ് 2 ഇൻറ്റു സൈൻ തീറ്റ കൊസീക് തീറ്റ അല്ലേ? അപ്പോൾ സൈൻ തീറ്റ കൊസീക് തീറ്റ എന്താണ്? റെസിപ്രോക്കൽ ആണ്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. 2 ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ എന്നുള്ള എന്തായി മാറും? 2n ആയി മാറും. അടുത്ത സിമിലർലി എന്താണ്? കോസ് തീറ്റ പ്ലസ് സീക് തീറ്റ എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സീക് സ്ക്വയർ തീറ്റ. അതും ഇതുപോലെ തന്നെ എന്ത് വരും? 2 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് സീക് തീറ്റ ആണ് അല്ലേ? കാരണം ഇതൊന്നുമില്ല. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ ആണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അപ്പോൾ ഇവിടെ നമ്മൾ എ സ്ക്വയർ എഴുതി, ബി സ്ക്വയർ എഴുതിയിട്ട് എന്താ? 2ab. 2 ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു സീക് തീറ്റ. ഇവിടെ എന്താണ്? കോസിന്റെ റെസിപ്രോക്കൽ ആണ് സീക്. അപ്പൊ 2 ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു സീക് തീറ്റ എന്നുള്ളത് കോസും സീക്കും പോയി ബാക്കി എന്തായി? 2 മാത്രമായി മാറി. അടുത്ത എന്താ? റൈറ്റ് സൈഡിൽ കെ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്നായി മാറി. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്ത് പോകാനുണ്ടോ? ഇല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്. എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഉണ്ട് ഇവിടെ. അതെന്തായി മാറി? 1 ആയി മാറി. അടുത്ത അതുപോലെ തന്നെ ഇവിടെ സീക് സ്ക്വയർ തീറ്റ ഉണ്ട്. അത് ഇവിടെ ഒരു ടാൻ സ്ക്വയർ തീറ്റ ഉണ്ട്. അത് ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ എന്തായാലും സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ആയി മാറും. അതും എന്താണ്? 1 ആണ്. ഇനി അടുത്ത് എന്താണ്? ഇവിടെ ഒരു കൊസീക് സ്ക്വയർ തീറ്റ ഉണ്ട്. റൈറ്റ് സൈഡിൽ ഒരു കോട്ട് സ്ക്വയർ തീറ്റ ഉണ്ട്. അപ്പോൾ കോട്ട് സ്ക്വയർ തീറ്റ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ആവും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി എന്താണ്? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. എത്രയാണ്? 2 + 2 എന്ന് പറഞ്ഞാൽ 4. റൈറ്റ് സൈഡിൽ എന്ത് മാത്രമേ ഉള്ളൂ? കെ മാത്രമേ ഉള്ളൂ. കാരണം ടാൻ സ്ക്വയർ തീറ്റയും കോട്ട് സ്ക്വയർ തീറ്റ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ എന്താ? 4 + 1 + 1 + 1 എത്രയാണ്? 4 + 3 എന്ന് പറഞ്ഞാൽ 7. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി അടുത്തെന്താ? ഇഫ് 2 sin theta plus cos theta is equal to 7/3, then the value of tan square theta minus 6 square theta. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറെ ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് ചിന്തിക്കുന്നു. ഇപ്പം എങ്ങനെയാണ് ടാൻ സ്ക്വയർ തീറ്റ 6 സ്ക്വയർ തീറ്റ ഒക്കെ കാണാം?
ഓക്കെ, പക്ഷെ അതൊന്നും വേണ്ട. നിങ്ങളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, എന്താണ് sec square theta മൈനസ് tan square theta is equal to 1 എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് സൈഡിൽ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും? മൈനസ് sec square theta പ്ലസ് tan square theta. ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ചെയ്യണം. എന്ത് കിട്ടും? മൈനസ് 1 × 1 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. ഈ സാധനമല്ലേ നമ്മൾ ചോദിച്ചിട്ടുള്ളത്, മൈനസ് sec square theta പ്ലസ് tan square theta. അതാണ് എന്ത്, tan square theta മൈനസ് sec square theta രണ്ട് സെയിം ആണ്. അപ്പോൾ ഈ വാല്യൂ എന്തായിരിക്കും? ഈ വാല്യൂ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്തായാലും ശരി, tan square theta മൈനസ് sec square theta എന്തായിരിക്കും? -1 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് ഈ ക്വസ്റ്റ്യനിൽ എന്ത് വാല്യൂ തന്നോട്ടെ, നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താണ്, tan square theta മൈനസ് sec square theta ആണ്. അത് -1 ആയിരിക്കും. അത് എപ്പോഴും ഏതൊരു ട്രിഗണോമെട്രിയിൽ ഏതൊരു വാല്യൂ ഇട്ട് കൊടുത്താലും tan square theta മൈനസ് sec square theta എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അതുപോലെ തന്നെ cos square theta പ്ലസ് sin square theta 1 ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, cosec square theta മൈനസ് cot square theta എന്തായിരിക്കും? 1 ആയിരിക്കും. പിന്നെ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള sec square theta മൈനസ് tan square theta അതും എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത് തീറ്റ എന്ത് വാല്യൂ ആയിക്കോട്ടെ ഇതെന്തായിരിക്കും? ഈ മൂന്നും 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ sec square theta മൈനസ് tan square theta അല്ല ചോദിച്ചത്, tan square theta മൈനസ് sec square theta ആണ്. അപ്പോൾ എന്തായി മാറും? 1 പകരം -1 ആയി മാറും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈ ഒരു സാധനത്തിന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത എന്താണ്, ആൽഫ പ്ലസ് ബീറ്റ is equal to 90 ഡിഗ്രി. Then the value of 1 minus sin square alpha, 1 minus cos square alpha, 1 plus cot square beta, 1 plus tan square beta. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, നമ്മൾ എല്ലാത്തിനും എന്ത് ചെയ്യാം, നമുക്ക് ആൽഫയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ എല്ലാത്തിനും ബീറ്റയിലേക്ക് മാറ്റാം. ഇവിടെ നമുക്ക് എന്താണ്, എല്ലാത്തിനും ആൽഫയിലേക്ക് മാറ്റി വെക്കാം. ഫസ്റ്റ് ഇത് എന്താണ്, 1 മൈനസ് sin square alpha. രണ്ടാമത്തെ എന്താണ്, 1 മൈനസ് cos square alpha. മൂന്നാമത്തെ എന്താണ്, ഓക്കെ, അത് മാറ്റുന്നതിന് മുമ്പ് നമുക്ക് വേറെ കാര്യം ചെയ്യാം. ഒരു മിനിറ്റ്, മാറ്റുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, 1 മൈനസ് sin square alpha എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, sin square alpha പ്ലസ് cos square alpha എന്താണ്, 1 ആണ്. അപ്പോൾ ഇത് എന്ത് കിട്ടും? 1 മൈനസ് sin square alpha എന്ന് പറഞ്ഞാൽ എന്താ, cos square alpha ആണ്. ഫസ്റ്റത്തെ എന്ത് കിട്ടി? cos square alpha മാറി. രണ്ടാമത്തേതാണ് 1 മൈനസ് cos square alpha. അതെന്താണ്, 1 മൈനസ് cos square alpha എന്ന് പറഞ്ഞാൽ sin square alpha ആണ്. അപ്പോൾ ഫസ്റ്റത്തെ രണ്ട് ടേം ഇങ്ങനെ മാറി. ഇനി അടുത്ത എന്താണ്, 1 പ്ലസ് cot square beta. അപ്പോൾ നമ്മൾ മറ്റേ രണ്ട് ഇക്വേഷൻ കൂടി ഉണ്ട്. ഏതാണ്, sec square alpha മൈനസ് tan square alpha 1 ആണ്. അതുപോലെ തന്നെ cosec square alpha മൈനസ് cot square alpha 1 ആണ്. അപ്പോൾ ഇത് എന്ത് കിട്ടും, ഈ ഫസ്റ്റ് മൂന്നാമത്തെ ഇക്വേഷൻ എന്ത് കിട്ടും, ഈ cot square alpha റൈറ്റ് സൈഡിലോട്ട് പോയാൽ 1 പ്ലസ് cot square alpha എന്ന് കിട്ടും. അതെന്താണ്, cosec square alpha ആണ്. ഇവിടെ ബീറ്റ ആയതുകൊണ്ട് എന്ത് കിട്ടും, 1 പ്ലസ് cot square beta എന്ന് പറഞ്ഞാൽ cosec square beta എന്ന് കിട്ടും. സിമിലർലി 1 പ്ലസ് tan square beta അതെന്താണ്, ഈ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിയാൽ എന്ത് കിട്ടും, 1 പ്ലസ് tan square alpha എന്ന് പറഞ്ഞാൽ sec square alpha ആണ്. അപ്പോൾ ഇവിടെ ബീറ്റ ആയതുകൊണ്ട് sec square beta എന്ന് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഇതിവിടെ കിടക്കട്ടെ, cos square alpha sin square alpha ഇവിടെ കിടക്കട്ടെ. cosec square beta നമുക്ക് എങ്ങനെ എഴുതാം, ഈ ആൽഫ പ്ലസ് ബീറ്റ 90 അല്ലേ, അപ്പോൾ നമുക്ക് ബീറ്റ നമുക്ക് എങ്ങനെ എഴുതാം, 90 മൈനസ് ആൽഫ. അപ്പോൾ cosec square 90 മൈനസ് ആൽഫ. അടുത്ത sec square ബീറ്റിന് അതുപോലെ ഇത് എന്ത് കിട്ടും, sec square 90 മൈനസ് ആൽഫ എന്ന് കിട്ടും. പിന്നെന്താണ്, ഒരു cos ആൽഫയും sin ആൽഫയും അല്ല, cos square ആൽഫയും sin square ആൽഫയും അവിടെ ഉണ്ട്. ഇനി അടുത്ത് എന്താണ്, cosec square 90 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം cosec square 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ sec square തീറ്റ, അതായത് sec square ആൽഫ. അതുപോലെ തന്നെ sec square 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, cosec square ആൽഫ. അപ്പോൾ അത് കിട്ടി. ഈ റൈറ്റ് സൈഡിൽ എന്തൊക്കെ ബാക്കിയുണ്ട്, cos square alpha ബാക്കിയുണ്ട്, ബാക്കി ഒരു sin square alpha ഉണ്ട്. ഇപ്പം എന്തായി ക്വസ്റ്റൻ എന്തായി മാറി, cos square alpha ഇൻറ്റു sin square alpha ഇൻറ്റു sec square alpha ഇൻറ്റു cosec square alpha. നോക്കിയാൽ മനസ്സിലാവും, കോസിന്റെ റെസിപ്രോക്കൽ ആണ് സീക്ക്, അത് ഇവിടെ ഉണ്ട്. അപ്പോൾ കോസും സീക്കും കട്ട് ചെയ്ത് പോയി. അതുപോലെ തന്നെ സൈൻ്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്കും, അത് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്ത് പോയി. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് പോയി, ബാക്കി എന്താ ഉള്ളത്, ആൻസർ 1 ആണ് ഉള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നല്ലതായിട്ടുള്ള ഒരു 15 ക്വസ്റ്റ്യനും കൂടെ ഈ പാർട്ടിൽ ചെയ്തു. ഇനി ബാക്കിയുള്ള കുറച്ച് ലെവൽ കൂടിയിട്ടുള്ള ഒരു 20 ക്വസ്റ്റ്യനും കൂടെ 19 നമുക്ക് അടുത്ത 2 പാർട്ടുകളും കൂടി ചെയ്തിട്ട് തീർക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോയിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തിട്ട് ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ വീഡിയോ ഈ ചാനലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ കിട്ടുന്നതാണ്. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.